കർക്കിടകത്തേവരേ കേട്ടിട്ടുണ്ടാവും അല്ലേ? കർക്കിടകത്തെ തേവരാക്കിക്കൊണ്ട് ഒരു കവി എഴുതിയതാണ്. കവാല നാരായണ പണിക്കർ എഴുതിയതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ കർക്കിടകം എന്തോ ഒരു പ്രാധാന്യമുള്ള സംഗതിയായിട്ട് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ കർക്കിടകത്തിൽ ആയുർവേദം, ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ കർക്കിടക മാസത്തിൽ ആയുർവേദ ഡോക്ടർമാർക്ക് ഭയങ്കര പ്രിയ അല്ലേ? ശരിയല്ലേ? അത്രയും നാളും ആയുർവേദത്തെക്കുറിച്ച് അധികം ചിന്തിക്കാത്തവരും കർക്കിടക മാസമായി ആയുർവേദ ഡോക്ടറെ കണ്ടേക്കാം. ഇതെന്താണ് ഇതിനകത്തെ രഹസ്യം? നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ? അതൊരാവശ്യമാണ്. അപ്പോൾ കർക്കിടകവും ആയുർവേദവും എന്തെങ്കിലും അത് തമ്മിലൊരു ബന്ധമുണ്ടോ ഇല്ലേ? ബന്ധമുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം. അതെന്താ? അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്താണ് ആയുർവേദം? എന്നാൽ മാത്രമേ നമുക്ക് കർക്കിടകം ആയുർവേദം രണ്ട് വേറെ ചിന്തിക്കണമല്ലോ. അത് തമ്മിലുള്ള ബന്ധം ചിന്തിക്കണമെങ്കിൽ ഓരോന്നും എന്താണ് ആദ്യം ആലോചിക്കണം. എന്താണ് ആയുർവേദം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആയുസിൻ്റെ വേദം എന്ന് ശ്രീ പുഷ്പൻ പറഞ്ഞു. അതല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആയുർവേദം എന്നൊരു ചികിത്സയാണ്. ആയുർവേദ ഒരു ചികിത്സയാണ്, ജീവിത രീതിയാണ്. ആയുർവേദം എന്നുള്ളൊരു ചികിത്സയായി കാണുമ്പോഴാണ് പലർക്കും തെറ്റ് വരുന്നത്. ആയുർവേദം ഒരു ചികിത്സ മാത്രമല്ല. ചികിത്സയാണോ എന്ന് വെച്ചാൽ അതേ ഉള്ളൂ. പക്ഷെ ചികിത്സ മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ ഈ ആയുർവേദം എവിടെയാണുള്ളത്? കേരളത്തിൽ മാത്രമാണോ? അല്ല. പിന്നെ എവിടെയുണ്ട്? എവിടെ? മനുഷ്യരിലെല്ലാവരും ഉണ്ട്. അതെ, കറക്റ്റ്. മനുഷ്യരിൽ മാത്രമല്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, എന്നെ കടത്തി വെട്ടി. മനുഷ്യരിലുള്ള എന്നുവെച്ചാൽ മനുഷ്യരെവിടെയുണ്ട് അവിടേക്ക് ആയുർവേദം. ആയുസിൻ്റെ വേദമാണ് ആയുർവേദം. ആയുസ് എവിടെ വേണം? മനുഷ്യർക്ക് എല്ലാവർക്കും വേണം. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ആയുർവേദം പ്രാധാന്യമുണ്ട്. ലോകമൊട്ടാകെയുള്ള എല്ലാ മനുഷ്യരിലും ആയുർവേദം പ്രയോഗിക്കുന്നുണ്ട്. നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാർക്കും അറിയില്ലെന്നോ? അതെന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാം. ഇനി മനുഷ്യർക്ക് മാത്രമല്ല, വൃക്ഷായുർവേദമുണ്ട്. വൃക്ഷങ്ങൾക്ക് ആയുർവേദം പ്രയോജനപ്രദമാണ്. മൃഗങ്ങൾക്ക് ആയുർവേദമുണ്ട്. മൃഗായുർവേദം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് ആയുസ്സുള്ള എല്ലാത്തിനും ആയുർവേദം വളരെ പ്രാധാന്യമാണ്. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. സംഗീതം എന്ന് പറയുന്നത് സാമൂഹ്യത്തിന് ഒരു ഉപവേദമാണെന്ന് പറയുന്നത് പോലെ പാട്ട്, നിങ്ങളുടെ പാട്ടിൻ്റെ പരിപാടി നടന്നു, അതും വേദത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്താണ് നിഷേധം? എന്തിനാണ് നിഷേധിക്കുന്നത്? ആയുർവേദം അഥർവവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് അഥർവവേദം. ഈ അഥർവവേദം പറഞ്ഞ് ഭയങ്കരമായ മോശം ഒന്നുമല്ല, ഒരു തെറ്റായിട്ടുള്ള കാര്യവുമല്ല. അറിവ് നാലായിട്ട് പകുത്തതിൽ ഒരു ഭാഗം അത്രയേ ഉള്ളൂ. ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായിട്ടുള്ള അറിവുകളെ അത് നിസ്സാരമല്ല. ആ അറിവുകൾ നിസ്സാരങ്ങളല്ല. അത് വെറും ഞാൻ അറിഞ്ഞെടുത്തോളാം. എനിക്ക് ആദ്യം സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇതെല്ലാം കോഡുകളാണ്. വേദങ്ങൾ എന്ന് പറയപ്പെടുന്ന അറിവുകളുടെ കോഡുകളാണ്. ഈ കോഡുകളെ ഡീകോഡിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ അങ്ങനെ തന്നെ വായിച്ച ഒരു ചുക്ക് അതിനകത്ത് എന്തോ വായിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. കുറേ ഇതൊക്കെ ഉണ്ട്, ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനകത്തുള്ള കോഡുകളെ കൃത്യമായി മനസ്സിലാക്കി ഡീകോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ അതുണ്ടോ എന്നുള്ളതാണ് സംശയം. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നു, അറിവുകൾ കൂടുതൽ ഉയർത്തി വരുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. 3000 അല്ല, വേദം പറഞ്ഞാൽ എത്രയോ കാലങ്ങൾ മുമ്പുണ്ടായിരുന്ന അറിവിന് കാലപരിധിയില്ല. സഹസ്രാബ്ദങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചില അറിവുകളുണ്ടല്ലോ. എന്ന് ജീവൻ തുടങ്ങിയ അന്ന് പോലെ അറിവുകളുണ്ട്. അപ്പോൾ അക്കാലം മുതലേ ഉള്ളതാണ് ഈ അറിവ്. അതിന് 4ആയിട്ട് പകത്ത് വെച്ചതാണ് ഈ പറഞ്ഞ വേദങ്ങൾ. അതിലൊന്നാണ് അഥർവവേദം, അതിലൊന്നാണ് ആയുർവേദം വരുന്നത്. ഓക്കെ, ആയുർവേദം അങ്ങനെ നമുക്ക് പറയാം. ഇനി അതൊരു ചികിത്സാ രീതിയാണ്, ജീവിത രീതിയാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് സംസാരിക്കാം. ഒന്ന് സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളില്ലാത്തവർ ചെയ്യേണ്ടതെന്തല്ല. അടുത്തത് അസുഖങ്ങൾ വന്നാൽ എന്തൊക്കെ ചെയ്യണം, അതാണ് ആതുരവൃത്തം. മറ്റൊരു സ്വസ്ഥവൃത്തം. അസുഖങ്ങളില്ലാത്തവർക്ക് സ്വസ്ഥവൃത്തം, അസുഖങ്ങളുള്ളവർ ആതുരവൃത്തത്തിൽ വരുന്നു. പലപ്പോഴും അലോപ്പതി ആയുർവേദം തമ്മിൽ പലരും കമ്പയർ ചെയ്യാറുണ്ട്. ചികിത്സിച്ചിട്ട് സ്പീഡില്ല, അതായത് ചികിത്സ വേഗം കിട്ടുന്നില്ല, പെട്ടെന്ന് മാറുന്നില്ല. അലോപ്പതിയിൽ പെട്ടെന്ന് മാറാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഒന്നാലോചിച്ചാൽ കുറച്ചൊന്ന് നമ്മൾ കടന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്തെ വിട്ടിത്തം. ആ ചിന്തയിലെ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലെ വിട്ടിത്തം അത് നമുക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല.
ആ ഒരു എന്താ പറയുക, ഒരു എനിക്ക് പറയാവുന്ന രീതി ഞാനിപ്പോൾ പറയുവാണ്. സ്വസ്ഥവൃത്തം നമ്മൾ നോക്കുന്നുണ്ടോ? അതായത് കൃത്യമായിട്ട് ദിനചര്യ, ഋതുചര്യ, ഇതാണ് അടിസ്ഥാനമായിട്ട് പറയുന്നത്. പിന്നെ ഒരു സദ്വൃത്തം എന്ന് പറയും, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അസുഖം ഉണ്ടാകുമോ? സാധാരണഗതിക്ക് അസുഖം ഉണ്ടാകില്ല. ഇനി അഥവാ ഉണ്ടായാൽ നിസ്സാര മരുന്നുകളോട് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നിർത്തുന്ന ചില മരുന്നുകളുണ്ട്, നമുക്ക് അസുഖം മാറ്റാം. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് മരുന്നുകളുണ്ട്. ഭക്ഷണം തന്നെയാണ് ഔഷധം. നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം ഉണ്ടല്ലോ, അത് നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അടുക്കളയിലുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് അസുഖം മാറ്റാം. കൈപ്പിടിയിലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ തൊടിയിലേക്ക് നിറങ്ങിയാൽ മുറ്റത്ത് നിൽക്കുന്ന മരുന്നുകൾ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ മാറ്റാം. ഇതാണ് ആയുർവേദം. എത്ര സൗകര്യം! ഈ ഒരു പുണ്യം നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. പണ്ട് കാലത്ത് ഞാൻ പറയട്ടെ, അമ്മയാണ് ഏറ്റവും വലിയ വൈദ്യം, ഏറ്റവും നല്ല ഡോക്ടർ അമ്മയാണ്. അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞിട്ടേ മറ്റൊരു ഡോക്ടറുള്ളൂ. അമ്മ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാണ്ടായപ്പോൾ ചിന്തിക്കാൻ വേണ്ടി കുറച്ച് പേര് ചേർന്നൊരു വൈദ്യനെ ഒരു ഏരിയയിൽ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ആ വൈദ്യന്മാരും ഇല്ലാണ്ടായി, അതിനുവേണ്ടി കുറച്ച് പേര് ഡോക്ടർമാരുടെ പേരിൽ ഇറങ്ങിയത്. ഇത്രയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടുചികിത്സകളുണ്ടല്ലോ, ഇതാണ് ഈ പറഞ്ഞ സംഗതിയിലുള്ള വൈദ്യവൃത്തി. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ കുറച്ച് മരുന്നുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് എഫക്റ്റീവ് ആവുന്നില്ല, ചിലപ്പോൾ ദോഷങ്ങളുണ്ടാകും. ആയുർവേദത്തിലൊരു ദോഷമില്ലെന്നാണ് വിചാരിച്ചത്. ദോഷമുണ്ട്. ഒറ്റമൂലി പ്രയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈലി എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ് ഒറ്റമൂലി പ്രയോഗം. അതാണ് പണ്ടത്തെ ഇപ്പോൾ നമ്മൾ ഈ നാട്ടു വൈദ്യന്മാർ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയുന്നില്ല. പലപ്പോഴും ദോഷകരമായിട്ട് ആയുർവേദത്തെക്കുറിച്ചുള്ള പേര് ദൂഷ്യം കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ പ്രശ്നമാണ് കിഡ്നിക്ക്, ലിവറിന്. ഇത്